കേരള സർവകലാശാല സിൻഡിക്കേറ്റ് അംഗം ഷിജു ഖാൻ മാധ്യമങ്ങളെ കാണും. ഈ യോഗം തീരുമ്പോൾ ഒരു തീരുമാനമെടുക്കും. ഈ അജണ്ടകൾക്ക് ഓരോന്നിനുമേൽ തീരുമാനമെടുക്കും. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങളുടെ അജണ്ടകളുണ്ട്, ഉദ്ഘാടനമുണ്ട്, കെട്ടിടങ്ങളുടെ സാമഗ്രികളുണ്ട്, ലബോറട്ടറികളുടെ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങളുണ്ട്. കാര്യവട്ടം ക്യാമ്പസിലെ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സർവകലാശാല ക്യാമ്പസായ കാര്യവട്ടം ക്യാമ്പസിൻ്റെ വികസനം, പുരോഗതി, ശാസ്ത്ര സാങ്കേതിക രംഗത്തെ ഒട്ടേറെ തീരുമാനങ്ങൾ എടുക്കണം. ഇത് കലോത്സവമുണ്ട്, നമ്മുടെ വിദ്യാർത്ഥികളുടെ കലോത്സവം. PhD നിങ്ങൾക്കറിയാമോ? ഒരു PhD ഇന്ന് പാസ്സായാൽ അടുത്ത ആഴ്ച ഒരു അപേക്ഷ ക്ഷണിച്ചാൽ അപ്ലൈ ചെയ്ത് ജോലിക്ക് കയറാൻ നിൽക്കുന്ന നൂറുകണക്കിന് ഗവേഷകരുടെ PhD തീസിസ് അംഗീകരിക്കപ്പെട്ട് അതിൻ്റെ ഓപ്പൺ ഡിഫൻസ് കഴിഞ്ഞ് ഇന്ന് അംഗീകാരം കൊടുക്കേണ്ടതാണ് സിൻഡിക്കേറ്റ്. അട്ടിമറിച്ചിരിക്കുകയല്ലേ, അട്ടിമറിച്ച് ഇറങ്ങിപ്പോയിരിക്കുകയാണ് ശ്രീ മോഹനൻ. അദ്ദേഹത്തിൻ്റെ കുന്നമേൽ തറവാട്ടിലെ കുടുംബയോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയതുപോലെ ഒരു സിൻഡിക്കേറ്റിൽ നിന്ന് ഇറങ്ങിപ്പോയിരിക്കുകയാണ്. ഹൈക്കോടതി ഇതൊക്കെ കാണണം. ബഹുമാനപ്പെട്ട ഹൈക്കോടതി വിധിയില്ലേ, അങ്ങനെ സിൻഡിക്കേറ്റിൽ നിന്നൊന്നും ഇറങ്ങിപ്പോകാൻ ഇതുപോലുള്ള വൈസ് ചാൻസലർമാർ ശ്രമിക്കരുത്. ഡയറക്ഷൻ കൊടുത്തിട്ടില്ലേ, വിധിയില്ലേ, എങ്ങനെ ഇറങ്ങിപ്പോയി ഈ സിൻഡിക്കേറ്റ് മെമ്പർമാർ? ഇവിടെ ലിസ്റ്റ് വായിച്ചല്ലോ, കോറം തികയാത്തത് കൊണ്ടാണ്. കോറമുണ്ട്, നിർബന്ധമായിട്ടുള്ള കോറമുണ്ട്. ആ കോറത്തിൽ പിന്നെ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗമായിട്ടുള്ള ആളുകളുണ്ട്. അവർ മുഴുവനുള്ള ആ യോഗത്തെ അട്ടിമറിച്ച് ഇറങ്ങിപ്പോയത് ഇതുപോലുള്ള ആളുകൾക്ക് കേരളം മാപ്പ് കൊടുക്കാമോ? ബഹുമാനപ്പെട്ട ഹൈക്കോടതി, നിങ്ങൾ മനസ്സിലാക്കണം, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നമ്മൾ ഇവിടെ നിന്ന് ശ്രീ മുരളീധരനും ആർ രാജേഷും ഡോക്ടർ നസീബും അടക്കമുള്ള സിൻഡിക്കേറ്റ് മെമ്പർമാർ, ഞാനും അടക്കമുള്ള സിൻഡിക്കേറ്റ് മെമ്പർമാർ എത്ര പ്രാവശ്യം നിങ്ങളെ കണ്ടു? ഞങ്ങൾ പറഞ്ഞ ഒരു വാക്ക്, ഒരക്ഷരം ഞങ്ങൾക്ക് വിഡ്രോ ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? ഞങ്ങൾക്ക് എപ്പോഴും കേരളത്തിൻ്റെ മുന്നിലേക്ക് പറഞ്ഞ ഒരു വാക്ക് ഞങ്ങൾക്ക് പിൻവലിക്കേണ്ടി വന്നിട്ടുണ്ടോ? ഞങ്ങൾ പറഞ്ഞതല്ലേ ബഹുമാനപ്പെട്ട ഹൈക്കോടതി അടിവരയിട്ട് ജഡ്ജ്മെൻ്റായി ഉറപ്പിച്ചത്? ഞങ്ങൾ ഇനിയും പറയുന്നു, ഒരു വാക്ക് ഞങ്ങൾ പിൻവലിക്കില്ല. കേരളീയ സമൂഹത്തോടാണ് ഞങ്ങളുടെ പ്രതിബദ്ധത. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഉദ്ഘാടനം ചെയ്യപ്പെടേണ്ട നിരവധി പദ്ധതികളുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് അടിയന്തരമായി ഉദ്ഘാടനം ചെയ്യപ്പെടേണ്ട, ആരംഭിക്കേണ്ട നിരവധി പദ്ധതികളുണ്ട്. അതെല്ലാം അട്ടിമറിച്ച് ഒരാൾ ഇറങ്ങിപ്പോയി ഈ കേരളത്തെയാണ് വെല്ലുവിളിക്കുന്ന. നിങ്ങളുടെയും എൻ്റെയും കേരളത്തിലെ ലക്ഷോപലക്ഷം കുടുംബങ്ങളെയും വെല്ലുവിളിച്ചിട്ടുകൊണ്ട് ഒരാൾ ഇറങ്ങിപ്പോയിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട സിൻഡിക്കേറ്റ് മെമ്പർ ശ്രീ ജി മുരളീധരൻ ഇവിടെ പറഞ്ഞു, നല്ല പ്രതിഷേധം ഞങ്ങൾക്ക് ഉയർത്തേണ്ടി വരും. ഞങ്ങൾ സംയമനം പാലിച്ചാണ് ഇവിടെ ഇരിക്കുന്നത്. VC-യുടെ ഓഫീസ് പൂട്ടി എന്നാണ് മനസ്സിലാക്കുന്നത്. VC-യുടെ ഓഫീസ് പൂട്ടി അദ്ദേഹം ഇറങ്ങിപ്പോയി. ഈ സിൻഡിക്കേറ്റ് മെമ്പർമാർ ഇവിടെ ഇപ്പോൾ ഇരിക്കുകയാണ്. ഞങ്ങൾ സംയമനമുണ്ട്, ഞങ്ങൾ ഇത്രയും കാലം സംയമനം പാലിച്ചു. ഇനി ശക്തമായ പ്രതിഷേധം ഞങ്ങൾക്ക് ഉയർത്തേണ്ടി വരും. കുട്ടികളുടെ ഭാവി വെച്ച് പന്താടുന്നു. അധ്യാപകരുടെ, ജീവനക്കാരുടെ, യൂണിവേഴ്സിറ്റിയെ സ്നേഹിക്കുന്നവരുടെ, അവരുടെ ജീവിതം വെച്ച് ഈ മോഹനൻ കുന്നുമേൽ പന്താടുകയാണ്. വലിയ പ്രതിഷേധം ഇക്കാര്യത്തിൽ ഉയർന്നു വരും എന്ന് മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത്.